അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫതുഹുൽ മുഈനിൽ ബൈഅനെ കുറിച്ച്, കച്ചവടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ അൽ മബീഉ ഖബ്ല ഖബ്ലിഹി, ഖബ്ള് നടക്കുന്നതിന് മുമ്പുള്ള വിൽപ്പന ചരക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഒരു കച്ചവടം നടന്നു, അവിടെ മുഷ്തരി ആ കച്ചവട ചരക്ക് കൈപ്പറ്റുന്നതിന് മുമ്പായിട്ട് മറ്റൊരാൾക്ക് വിൽപ്പന നടത്താനോ ദാനം ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് സമനിനെ കുറിച്ചാണ്, വിലയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ വില എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ഒരു കച്ചവടം നടക്കുന്നു, അവിടെ ബായിഅ മുഷ്തരിക്ക് നൽകുന്ന സാധനത്തെക്കുറിച്ചാണ് നമ്മൾ മബീഅ എന്ന്, കച്ചവടച്ചരക്ക് എന്ന് പറയാറുള്ളത്. അതിന് പകരമായിട്ട് മുഷ്തരി നൽകുന്ന, അത് കാശാകാം, ബാക്കിയുള്ള എന്തെങ്കിലും കാര്യമാകാം, ആ വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ സമന് എന്ന് പറയാറുള്ളത്, വില എന്ന് പറയാറുള്ളത്. ഓക്കെ, നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത് ഈ വില അതിൽ മാറ്റം വരുത്താവുന്നതാണ് എന്നുള്ള കാര്യമാണ്. അതായത് ഒരു കച്ചവടം നടന്നു, ആ കച്ചവടത്തിൽ ബായിഅ മുഷ്തരിക്ക് ഒരു സാധനം നൽകി, ഉദാഹരണത്തിന് ഒരു വണ്ടി നൽകി. ആ വണ്ടിക്ക് വില പറഞ്ഞിരുന്നത് 1000 ദിർഹമാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, 1000 ദിർഹമായിരുന്നു ആ വണ്ടിക്ക് വില പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുക, ഈ മുഷ്തരി പറയാ, ഞാൻ 1000 ദിർഹമിന് പകരമായിട്ട് 200 ദീനാർ നൽകിയാൽ മതിയല്ലോ എന്ന്. ഓക്കെ, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയമാണ്, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണല്ലോ. അപ്പോൾ 1000 ദിർഹമായിരുന്നു ആദ്യം വിലയായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക, 200 ദീനാർ നൽകിയാൽ മതി എന്നുള്ള രൂപത്തിൽ രണ്ടുപേരും യോജിക്കുകയും അങ്ങനെ 200 ദീനാർ നൽകുകയും ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇസ്തിബ്ദാലുൻ അൻ സമനിൻ എന്ന് പറയാം. ഇസ്തിബ്ദാൽ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തൽ എന്നാണ് അർത്ഥം. അപ്പോൾ പറഞ്ഞ സമനല്ലാത്ത, അതിന് പകരമായിട്ട് മറ്റൊരു സാധനം പകരം വെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇസ്തിബ്ദാൽ എന്ന് പറയുന്നത്. രണ്ടു പേർക്കും തൃപ്തിയാണെങ്കിൽ അത് ഇസ്ലാമിൽ സ്വീകാര്യവുമാണ്. ഓക്കെ, എന്നാൽ അവിടെ പാലിക്കേണ്ട അല്പം ചില നിബന്ധനകളുണ്ട്. കിതാബിലേക്ക് നോക്കുക. വജാസ ഇസ്തിബ്ദാലുൻ, ഇസ്തിബ്ദാൽ നടത്തൽ, അതായത് പകരം വെക്കൽ ജായിസാണ്. പിന്നീടുള്ള മത്തിനെന്താണ്, അൻ സമനിൻ. ഓക്കെ, സമനിനെ തൊട്ട്, പറഞ്ഞുറപ്പിച്ച വിലയെ തൊട്ട് മറ്റൊരു സാധനം പകരം വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, രണ്ടു പേർ കച്ചവടം നടത്തുന്നത് റിബവിയായിട്ടുള്ള വസ്തുക്കളിലാണ് എങ്കിൽ, അതായത് ത്വാമുമായിട്ട് പരസ്പരം കൈമാറുകയാണ്, അല്ലെങ്കിൽ നഖദുമായിട്ട് പരസ്പരം വിൽപ്പന നടത്തുകയാണ്. ഈ അവസരത്തിൽ നമുക്കറിയാം, അവിടെ മജ്ലിസ് വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് രണ്ടുപേരും ആ വസ്തുക്കൾ തഖാബുൽ നടത്തിയിരിക്കണം, അല്ലേ? മജ്ലിസിൽ വെച്ചു തന്നെ അവർ പരസ്പരം ആ വസ്തുക്കൾ കൈമാറിയിരിക്കണം എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് തന്നെ റിബവിയായിട്ടുള്ള വസ്തുക്കളാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ അവിടെ ഇങ്ങനെ ഇസ്തിബ്ദാൽ നടത്തൽ ജായിസല്ല. സാധനം മറ്റൊരു സാധനം പകരമാക്കൽ ജായിസല്ല. കാരണം മജ്ലിസിൽ വെച്ചു തന്നെ ഈ സാധനം തഖാബുൽ നടത്തേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഒന്ന് നോക്കുക. വജാസ ഇസ്തിബ്ദാലുൻ ഫീ ഗൈരി റിബവിയ്യിൻ, റിബവിയ്യ് അല്ലാത്തയിടത്ത് ഇസ്തിബ്ദാൽ നടത്തൽ, പകരമാക്കൽ ജായിസാണ്. എങ്ങനത്തെ റിബവിയാണ്? ബീഅ ബിമിസ്ലിഹി മിൻ ജിൻസിഹി, റിബവിയ്യിന്റെ ഗണത്തിൽ തന്നെ പെട്ട തത്തുല്യമായ ഒരു വസ്തുവിന് പകരമായിട്ട് വിൽക്കപ്പെടുന്ന റിബവിയ്യ് എന്നർത്ഥം. അതായത് ത്വാമിന് പകരമായിട്ട് ത്വാമ് വിൽക്കപ്പെടുന്നു, നഖദിന് പകരമായിട്ട് നഖദ് വിൽക്കപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. ഇത്തരം അവസരങ്ങളിൽ അല്ലാത്തയിടത്തൊക്കെ ഇസ്തിബ്ദാൽ നടത്താവുന്നതാണ് അൻ സമനിൻ, വിലയെത്തൊട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന വില, അതിന് പകരമായിട്ട് മറ്റൊരു സാധനം നൽകൽ ജായിസാണ്. സമന് എന്ന് പറഞ്ഞാൽ നഖദിൻ ഔ ഗൈരിഹി, അത് നാണയമാകാം, അല്ലെങ്കിൽ നാണയമല്ലാത്ത മറ്റേത് ചരക്കുമാകാം. ഏതായാലും ഇങ്ങനെ സമനിനെ തൊട്ട് മറ്റൊരു സാധനം പകരം നൽകൽ ജായിസാണ്. അതിന്റെ തെളിവെന്താ? ലി ഖബരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ള ഹദീസിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഹദീസ്? കുന്തു അബീഉൽ ഇബ്ല ബിദ്ദനാനീരി, ഞാൻ ഒട്ടകങ്ങളെ വിൽക്കാറുണ്ടായിരുന്നു, ബിദ്ദനാനീരി, ദീനാറുകൾക്ക് പകരമായിട്ട്, സ്വർണ്ണ നാണയങ്ങൾക്ക് പകരമായിട്ട്. അപ്പോൾ കച്ചവടം നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്നത് എന്തായിരുന്നു? സ്വർണ്ണ നാണയങ്ങളായിരുന്നു. എന്നാൽ ആഹുദു മക്കാനഹ ദറാഹിമ, പിന്നീട് ആ ദീനാറുകൾക്ക് പകരമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഞാൻ ദിർഹമുകൾ സ്വീകരിക്കുമായിരുന്നു. ഓക്കെ, അതായത് വെള്ളി നാണയങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്നർത്ഥം. നേരെ ഓപ്പോസിറ്റും അബീഉ ബിദ്ദറാഹിമി, ഞാൻ ദിർഹമുകൾക്ക് പകരമായിട്ടും ഞാൻ ഒട്ടകങ്ങളെ വിൽക്കാറുണ്ട്. എന്നാൽ ആഹുദു മക്കാനഹ ദനാനീറ, പിന്നീട് ആ ദിർഹമുകൾക്ക്
ദിർഹമുകളുടെ സ്ഥാനത്തായിട്ട് ഞാൻ ദീനാറുകളെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം കച്ചവടത്തിൻ്റെ സമയത്ത് പറഞ്ഞുറപ്പിച്ച വില അത് ദീനാറായിരുന്നു, എന്നാൽ പിന്നീട് അത് ദിർഹമുകളാക്കി മാറ്റുന്നു. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യുന്നുവെന്നർത്ഥം. ഏതായാലും ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫസഅൽതുഹു അൻ ദാലിക, ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ ബഅസ, ഇങ്ങനെ ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. ഇദാ തഫറഖ്തുമാ, നിങ്ങൾ രണ്ടുപേരും വേർപിരിയുകയാണ് എങ്കിൽ, വലൈസ ബൈനകുമാ ഷൈഉൻ, അതോടുകൂടെ നിങ്ങൾക്കിടയിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ ഈ ഉത്തരവാദിത്വം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ഇസ്തിബ്ദാലിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കുക. അതായത് ഒരാൾ തൻ്റെ ഒട്ടകത്തെ 5 ദിർഹമിന് പകരമായിട്ട് വിൽപ്പന നടത്തുമെന്ന് സങ്കല്പിക്കുക. പിന്നീട് ആ 5 ദിർഹമിന് പകരമായിട്ട് 1 ദീനാർ മതി എന്ന് പറയുകയും അത് വാങ്ങുകയും ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ അവസരത്തിൽ അവിടെ സത്യത്തിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാഇഅ തൻ്റെ ഒട്ടകത്തെ കൈമാറുന്നു, അതിന് പകരമായിട്ട് ആദ്യം 5 ദിർഹം വാങ്ങുന്നു, പിന്നീട് ആ 5 ദിർഹം നൽകിയിട്ട് 1 ദീനാർ വാങ്ങുന്നത് പോലെയാണ് ഇവിടെ ഇസ്തിബ്ദാലി എന്ന് പറയുന്നത്, അല്ലേ? അതായത് ആദ്യം 5 ദിർഹമായിരുന്നു വിലയാക്കി വെച്ചിരുന്നത്, അത് വാങ്ങിയതുപോലെ സങ്കല്പിച്ചിട്ട് പിന്നീട് ആ 5 ദിർഹം നൽകിയിട്ട് അതിന് പകരമായി 1 ദീനാർ വാങ്ങുന്നത് പോലെയാണ് ഇവിടെ ഇസ്തിബ്ദാലി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അവസ്ഥ ഒന്ന് നോക്കൂ. ഇദ്ദേഹം വാങ്ങി എന്ന് സങ്കല്പിച്ചിട്ടുള്ള 5 ദിർഹം നൽകി അതിന് പകരമായിട്ട് 1 ദീനാർ വാങ്ങുകയാണല്ലോ. ഇവിടെ ദിർഹമിന് പകരമായിട്ട് ദീനാറാണ്, നഖദിന് പകരമായിട്ട് നഖദാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് സങ്കല്പത്തിൽ, അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ തഖാബുലും ഹുലൂലും നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ ഇസ്തിബ്ദാൽ നടക്കുന്ന മജ്ലിസിൽ വെച്ചു തന്നെ ആ സാധനങ്ങൾ പരസ്പരം കൈമാറിയിരിക്കണം. അതായത് ദീനാർ ഇദ്ദേഹം വാങ്ങിയിരിക്കണം എന്നർത്ഥം. ഓക്കെ, അതാണ് ഇവിടെ വലൈസ ബൈനകുമാ ഷൈഉൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് മജ്ലിസിൽ നിന്നും വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ തീർത്തിരിക്കണം. നിങ്ങൾ ആ ദീനാർ ഇസ്തിബ്ദാലിൻ്റെ മജ്ലിസിൽ വെച്ചു തന്നെ വാങ്ങിയിരിക്കണം എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മൾ ഇതുവരെ സമനിനെ കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ തന്നെയാണ് വഅൻ ദൈനിൻ, ദൈനിന് പകരം ും എന്ത് നടത്താവുന്നതാണ്? ഇസ്തിബ്ദാൽ നടത്താവുന്നതാണ്. ദൈനിന്റെ അല്പം ഉദാഹരണങ്ങളാണ് ഖർളിൻ വ ഉജ്റത്തിൻ വ സദാഖിൻ. ഓക്കെ, ഒരാൾ മറ്റൊരാളിൽ നിന്നും കടമായിട്ട് വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം കൂലിക്ക് വിളിച്ച ഒരാൾക്കുള്ള കൂലിക്കാശ് നൽകാനുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീക്ക് മഹർ നൽകാനുണ്ട്. സദാഖ് എന്ന് പറഞ്ഞാൽ മഹർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിന് പകരമായിട്ടൊക്കെ ഇസ്തിബ്ദാൽ നടത്താവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് 1000 രൂപ നൽകാനുണ്ടായിരുന്നു, എന്നാൽ അതിന് പകരമായിട്ട് എന്ത് നൽകിയാൽ പോരെ? 2 വെള്ളി നാണയങ്ങൾ നൽകിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിബ്ദാൽ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ കൂലിയായിട്ട് മറ്റൊരാൾക്ക് 500 രൂപ നൽകാനുണ്ടായിരുന്നെങ്കിൽ അതിന് പകരമായിട്ട് 1 വെള്ളി നാണയം നൽകാവുന്നതാണ്. ഇങ്ങനെ സ്വദാഖിന് പകരമായിട്ടും ഇങ്ങനെ നൽകാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, എന്നാൽ ലാഅൻ മുസ്ലിമിൻ ഫീഹി, മുസ്ലിം ഫീഹിയെ തൊട്ട് ഇസ്തിബ്ദാൽ നടത്താൻ പാടില്ല. മുസ്ലിം ഫീഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സലം കച്ചവടം നടത്തപ്പെട്ടിട്ടുള്ള കച്ചവടച്ചരക്കിനെ കുറിച്ചാണ് പറയുക, അല്ലേ? അപ്പോൾ ഒരു കച്ചവടച്ചരക്ക് ഞാൻ നിനക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്നു, അതായത് അടുത്ത ജനുവരി ആകുമ്പോഴേക്ക് ഇന്ന ഒരു ഫോൺ നിനക്ക് നൽകുമെന്ന് ബായിഅ പറഞ്ഞിരുന്നു, മുഷ്തരിയോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു ഫോണിന് പകരമായിട്ട് മറ്റൊരു വസ്തുവിനെ പകരം നൽകാൻ പാടില്ല. കാരണം എന്താ? ലിഅദമി ഇസ്തിഖറാറിഹി, ആ മുസ്ലിം ഫീഹി അവിടെ സ്ഥിരപ്പെടാത്തത് കാരണത്താൽ. കാരണം അടുത്ത ജനുവരി ആകുമ്പോഴാണ് ആ ബൈഅ അവിടെ സ്ഥിരപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ സാധനത്തെ മാറ്റം ചെയ്യുക എന്നുള്ളത് പാടില്ല എന്നർത്ഥം. ഇനി വലവിസ്തബദല മുവാഫിഖൻ ഫി ഇല്ലത്തി റിബ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് ഇല്ലത്തു റിബയിൽ യോജിച്ചിട്ടുള്ള സാധനത്തെയാണ് ഒരാൾ മാറ്റുന്നത് എങ്കിൽ, അതായത് ദിർഹമിന് പകരമായിട്ട് ദീനാർ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കിയതാണ് അവിടെ ഹുലൂലും തഖാബുലും നിർബന്ധമാണ് എന്ന്. അതാണ് അടുത്തത് വലിവിസ്തബദല. ഇനി ഒരാൾ മാറ്റുകയാണ് എങ്കിൽ മുവാഫിഖൻ ഫി ഇല്ലത്തി റിബ, ഇല്ലത്തി റിബയുടെ വിഷയിൽ യോജിച്ച ഒരു സാധനത്തെയാണ് മാറ്റുന്നത് എങ്കിൽ, ഏതുപോലെ ദിർഹമിൻ അൻ ദീനാരിൻ, ദീനാറിനെ തൊട്ട് ദിർഹമിനെയാണ് മാറ്റുന്നത് എങ്കിൽ, അതായത് ആദ്യം വില പറഞ്ഞിരുന്നത് ദീനാറായിരുന്നു, പിന്നീട് അതിന് പകരമായി നൽകുന്നത് ദിർഹം ആണ് എങ്കിൽ, ഉസ്തുരിത അവിടെ ഷർത്താക്ക
പറയപ്പെട്ടിരിക്കുന്നു ഖബുലുൽ ബദലി ഫിൽ മജ്ലിസി, ആ മജ്ലിസിൽ വെച്ചു തന്നെ ആ ബദലായിട്ടുള്ള സാധനത്തെ, ഇവിടെ ദിർഹമിനെ സ്വീകരിക്കൽ നിബന്ധനയാണ്. ഹദറം മിനൽ റിബ, പലിശയിൽ നിന്നും പേടി ഉണ്ടായത് കാരണത്താൽ, അതായത് അഥവാ അവിടെ വെച്ച് തന്നെ നൽകിയില്ല എങ്കിൽ ഹുലൂലെ തഖാബുദ് എന്നുള്ള റിബവിയായ വസ്തുക്കൾ വിൽപ്പന നടത്തുമ്പോഴുള്ള നിബന്ധന പാലിക്കാതെ വരും. അപ്പോൾ അവിടെ റിബൽ യദും എന്നുള്ളതുപോലെ റിബൻ നിസാഉം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മജ്ലിസിൽ വെച്ചു തന്നെ ആ ബദൽ ഖബൂൽ ചെയ്യൽ ഷർത്താണ് എന്നർത്ഥം. എന്നാൽ ലാ ഇനിസ്തബ്ദല, അവൻ മാറ്റിയാലല്ല, എന്തിനെ, മാലാ യുവാഫിഖു ഫിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ പേരിൽ യോജിക്കാത്ത വസ്തുവിനെയാണ് മാറ്റിയത് എങ്കിൽ ഇത്തരത്തിലുള്ള തഖാബുദ് നിബന്ധനയില്ല. ഏതുപോലെ കതആമിൻ അൻ ദിർഹമിൻ, ഓക്കെ, ആദ്യമായിട്ട് വിലയായി നിശ്ചയിച്ചിരുന്നത് ദിർഹമായിരുന്നു, എന്നാൽ അതിന് പകരമായിട്ട് ത്വആമാണ് ഇവിടെ വിലയായിട്ട് നൽകുന്നത് എങ്കിൽ അവിടെ എന്ത് നിബന്ധനയില്ല, തഖാബുദ് നിബന്ധനയില്ല. കാരണം അത് റിബവിയായിട്ടുള്ള വസ്തുക്കൾ അല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സലമ കച്ചവടം നടത്തപ്പെട്ടിട്ടുള്ള ഒരു കച്ചവട ചരക്കിൽ മുസ്ലിം ഫീഹി ആയിട്ടുള്ള വസ്തുവിൽ എന്ത് നടത്താൻ പാടില്ല, ഇങ്ങനെ ഇസ്തിബ്ദാൽ നടത്താൻ പാടില്ല എന്ന്. അതായത് ഒരാൾ സലമ കച്ചവടം നടത്തിയിട്ട് പറയുകയാണ് അടുത്ത ജനുവരി ആകുമ്പോഴേക്ക് ഇന്നാലിന്ന സിഫത്തുകളൊക്കെയുള്ള ഒരു ഫോൺ നിനക്ക് നൽകാമെന്ന്. എന്നാൽ പിന്നീട് ജനുവരി ആകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഫോണിന് പകരമായിട്ട് മറ്റൊരു വസ്തു നൽകാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരാൾ സലമ് എന്നുള്ള പദം ഉപയോഗിക്കാതെ ഇങ്ങനെ സലമ കച്ചവടം പോലെ തന്നെ അവധി കച്ചവടം നടത്തി എന്ന് സങ്കല്പിക്കുക. അതായത് സലമ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ അടുത്ത ജനുവരി ആകുമ്പോഴേക്ക് ഞാൻ ഇന്നാലിന്ന സാധനം നിനക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ മബീഉൻ ഫി ദിമ്മത്തി എന്ന് പറയാറുള്ളത്. ഓക്കെ, ഈ മബീഉൻ ഫി ദിമ്മത്തായിട്ടുള്ള വസ്തുവിലും ഇങ്ങനെ ഇസ്തിബ്ദാൽ നടത്താൻ പാടില്ല എന്നതാണ് അടുത്തത് പറയുന്നത്. ഒന്ന് നോക്കാം. വലാ യുബദ്ദലു നൗഉൻ അസ്ലമ ഫീഹി, ഒരാൾ സലമ കച്ചവടം നടത്തിയിട്ടുള്ള ഒരു ഇനം വസ്തു, ആ വസ്തുവിൽ മാറ്റം വരുത്തപ്പെടാൻ പാടില്ല എന്നുള്ളതുപോലെ ഔ മബീഉൻ ഫി ദിമ്മത്തി ഉഖിദ ബിഗൈരി ലഫ്ളി സലമി, സലമ് എന്നുള്ള ലഫ്ള് കൂടാതെ അഖദ് നടത്തപ്പെട്ട, ഇടപാട് നടത്തപ്പെട്ട മബീഉൻ ഫി ദിമ്മത്താണ് എങ്കിലും അവയിലും മാറ്റം വരുത്തപ്പെടാൻ പാടില്ല. ബി നൗഇൻ ആഖറ, മറ്റൊരു ഇനം കൊണ്ട്. ഓക്കെ, അപ്പോൾ റെഡ്മി എന്നുള്ള ഒരു ഫോൺ ആയിരുന്നു ഒരാൾ സലമ കച്ചവടം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അടുത്ത ജനുവരിയിൽ നൽകാം എന്നുള്ള വ്യവസ്ഥയിൽ വിറ്റിരുന്നത് എന്ന് സങ്കല്പിക്കുക. എന്നാൽ മറ്റൊരു ഇനം കൊണ്ട് എന്ന് നടത്താൻ പാടില്ല, അതിനെ മാറ്റം വരുത്താൻ പാടില്ല. വലൗ മിൻ ജിൻസിഹി, ഓക്കെ, ആ വസ്തു എന്നുള്ളത് അവൻ പറഞ്ഞ നൗഇൻ്റെ അതേ ജിൻസായാലും വേണ്ടില്ല. അപ്പോൾ ജിൻസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ എന്നു തന്നെയാണ് ഇവൻ പറഞ്ഞത്, എന്നാൽ കമ്പനി വ്യത്യാസമുണ്ട്, മറ്റൊരു നൗഅ് ആണ് എങ്കിലും അങ്ങനെ ഒരു ഇസ്തിബ്ദാൽ നടത്താൻ പാടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഹിൻത്വത്തിൻ സംറാ അൻ ബൈളാ. ഓക്കെ, അതായത് വെളുത്ത ഗോതമ്പ് നൽകാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്, എന്നാൽ അതിന് പകരമായിട്ട് തവിട്ട് നിറത്തിലുള്ള ഗോതമ്പ് നൽകിയാൽ അത് ശരിയാവുകയില്ല എന്നർത്ഥം. കാരണം ഒന്ന് ശ്രദ്ധിക്കണേ, ലി അന്നൽ മബീഅ, കാരണം മബീഅ അതായത് വിൽക്കപ്പെടുന്ന വസ്തു മഅ തഅയ്യുനിഹി, അത് നിർണിതമാകലോടുകൂടെ തന്നെ ലാ യജൂസു ബൈഉഹു ഖബ്ല ഖബ്ലിഹി, അത് ഖബ്ൽ നടത്തുന്നതിന് മുമ്പായിട്ട്, മുഷ്തരി അത് കൈപ്പറ്റുന്നതിന് മുമ്പായിട്ട് വിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അതായത് ഖബ്ൽ നടക്കുന്നതിന് മുമ്പ് മുഷ്തരി ആ സാധനം വിൽക്കാൻ പാടില്ല. അത് ഏതോടുകൂടെ തന്നെ ഇന്നാലിന്ന വസ്തുവാണ് എന്ന് നിർണിതമാകലോട് കൂടെ തന്നെ അത് പാടില്ല എങ്കിൽ ഫമഅ കൗനിഹി ഫി ദിമ്മത്തി, അപ്പോൾ ആ മബീഅ ദിമ്മത്തിലാവുന്നതോടുകൂടെ ഔലാ, അത് ബൈഅ നടത്തൽ ജായിസ് ആവാതിരിക്കൽ കൂടുതൽ ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇസ്തിബ്ദാൽ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു നിലക്കുള്ള ഇടപാടാണ് എന്ന് അല്ലേ. നമ്മുടെ ഉദാഹരണത്തിലേക്ക് വരാം. കഹിൻത്വത്തിൻ സംറാ അൻ ബൈളാ എന്നുണ്ടല്ലോ, അതായത് ഒരാൾ ആദ്യമായിട്ട് വാങ്ങിയത് എന്തായിരുന്നു, വെളുത്ത ഹിൻത്വത്തായിരുന്നുവെന്ന് സങ്കല്പിക്കുക. വെളുത്ത ഗോതമ്പ് പിന്നീട് നൽകാമെന്നുള്ള വ്യവസ്ഥയിലായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്, എന്നാൽ അതിന് പകരമായിട്ട് തവിട്ട് നിറത്തിലുള്ള ഗോതമ്പ് നൽകുകയാണ് എങ്കിൽ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആദ്യം ഇദ്ദേഹം ബൈളാ ആയിട്ടുള്ള ഹിൻതത്ത് വാങ്ങുകയും പിന്നീട് അത് ബായിന് നൽകിയിട്ട് അതിന് പകരമായിട്ട് സംറാ വാങ്ങുന്നത് പോലെയാണല്ലോ.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നത് പോലെയാണ്? ബൈള ആയിട്ടുള്ള ഹിൻതത്ത് ഇദ്ദേഹം വാങ്ങി കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ അത് മറ്റൊരാൾക്ക് നൽകി, ബായിന് നൽകി സംറാ വാങ്ങുന്നത് പോലെയാണ്. അപ്പോൾ ഖബള് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ആ സാധനം ബായിന് വിൽക്കുന്നത് പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ എന്ത് നടത്താൻ പാടില്ല? മുസ്ലിം ഫിഹി ആയിട്ടുള്ള വസ്തുവിലോ മബൂഉൻ ഫി ദിമ്മത്തായിട്ടുള്ള വസ്തുവിലോ ഇങ്ങനെ ഇസ്തിബ്ദാൽ നടത്താൻ പാടില്ല എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത് ലി അന്നൽ മബീഅ, കാരണം കച്ചവടച്ചരക്ക് മഅ തഅയ്യുനിഹി, അത് നിർണിതമാവുന്നതോടുകൂടെ, അതായത് ഇന്നാലിന്ന കച്ചവടച്ചരക്കാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ലാ യജൂസു ബൈഉഹു ഖബല ഖബളിഹി, അത് ഖബള് നടക്കുന്നതിന് മുമ്പ് തന്നെ അത് വിൽപ്പന നടത്തൽ ജായിസല്ല. അപ്പോൾ ഫമഅ കൗനിഹി ഫി ദിമ്മത്തി, അപ്പോൾ ആ വസ്തു ദിമ്മത്തിലായിരിക്കുമ്പോഴോ, അതായത് ഇന്നാലിന്ന വസ്തുവെന്നില്ലാതെ മറിച്ച് ഏതെങ്കിലും ഒരു റെഡ്മി ഫോൺ എന്നാണ് പറഞ്ഞത് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെളുത്ത ഗോതമ്പാണ് പറഞ്ഞത് എങ്കിൽ അവിടെ ഖബളിന് മുമ്പ് തന്നെ ബൈഅ നടക്കാൻ പാടില്ല എന്നുള്ളത് ഔല, ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നഅം, പക്ഷേ യജൂസ് ഇബ്ദാലുഹു, ഒരു മബീഇനെ ഇബ്ദാൽ നടത്താവുന്നതാണ്, മാറ്റം വരുത്താവുന്നതാണ്. ബിനൂഇഹിൽ അജ്വദി, അതിലെ ഏറ്റവും മുന്തിയ ഇനം കൊണ്ട് എന്നർത്ഥം. അതായത് ബൈള ആയിട്ടുള്ള വെളുത്ത ഗോതമ്പായിരുന്നു പറഞ്ഞിരുന്നത്, എന്നാൽ അതിൽ വെച്ചു തന്നെ ഏറ്റവും മുന്തിയ ഇനത്തെ നൽകാവുന്നതാണ്. വകദൽ അർദഇ, അതുപോലെ തന്നെ മോശപ്പെട്ട ഇനവും നൽകാവുന്നതാണ്. ബിത്തറാളി, പരസ്പരം തൃപ്തിയോടുകൂടെ, അതായത് മുഷ്തരിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ബൈള ആയിട്ടുള്ള ഹിൻതത്താണ് പറഞ്ഞിരുന്നത് മുമ്പ്, അപ്പോൾ അതിൻ്റെ ഒരു എന്തായിട്ടുള്ള മോശമായിട്ടുള്ള വെളുത്ത ഗോതമ്പ് നൽകിയാലും കുഴപ്പമില്ല, അത് മുഷ്തരിക്ക് അത് തൃപ്തിയാണ് എങ്കിൽ എന്നർത്ഥം.